ഹലോ ഫ്രണ്ട്സ്, 2025 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൺജക്ഷനാണ്. അതിൽ നമ്മൾ ഫസ്റ്റ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇൻട്രൊഡക്ഷൻ സെക്ഷൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. കൺജക്ഷൻസ് ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ, അത് വേർഡ്സും ഫ്രേസും ക്ലോസും സെൻറ്റൻസിലുമാണ്. അത് നമ്മൾ യോജിപ്പിക്കാനാണ് കൺജക്ഷൻ ഉപയോഗിക്കേണ്ടത്. യൂസസ് ഓഫ് കൺജക്ഷൻ, ഈ സെക്ഷൻ നമ്മൾ പഠിക്കുന്നത് അൺലെസ് ആൻഡ് അൺടിൽ. അൺലെസ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ, അല്ലാത്ത പക്ഷം എന്ന അർത്ഥം വരും. അൺലെസ് ഉപയോഗിച്ച് രണ്ട് വാക്യങ്ങൾ യോജിപ്പിക്കുമ്പോൾ വാക്യത്തിൻ്റെ ആരംഭത്തിലോ രണ്ട് വാക്യങ്ങളുടെ മധ്യത്തിലോ അൺലെസ് ഉപയോഗിക്കാം. അൺലെസ് ചേർന്ന് വരുന്ന ഭാഗം എല്ലായ്പ്പോഴും പോസിറ്റീവായിരിക്കും. അൺലെസ് ഒരു കൺജക്ഷനാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് വേർഡ്സ് അതിനകത്ത് ഉണ്ടാകത്തില്ല. അൺലെസ് ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ്, നോ യൂസ് ഓഫ് നോട്ട് വിത്ത് അൻഡിൽ ഓർ അൺലെസ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ടെൻസ് എപ്പോഴും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയിരിക്കും. അത് നിങ്ങൾക്ക് എക്സാമ്പിളിലൂടെ മനസ്സിലാകും. അതായത് അൺലെസ് നമ്മൾ കൺജക്ഷനായിട്ട് ഉപയോഗിക്കാം, എന്നാൽ അൻഡിൽ കൺജക്ഷനും പ്രൊപ്പോസിഷനായിട്ടും വരാം. അതുകൊണ്ട് നമുക്ക് ഈ എക്സാമ്പിൾ നമുക്ക് മനസ്സിലാക്കണം. അതുപോലെ തന്നെ അൺലെസ് ഉപയോഗിക്കുമ്പോൾ അതർവൈസ്, ഓർ, ഇറ്റ്, നോട്ട് എന്നിവ ഒഴിവാക്കണം. അതായത് വർക്ക് ഹാർഡ്, അതർവൈസ് യു കനോട്ട് സക്സീഡ്. അൺലെസ് യു വർക്ക് ഹാർഡ് യു കനോട്ട് സക്സീഡ്. അടുത്ത് ഒരു എക്സാമ്പിളൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അൺലെസ് സ്റ്റഡി വെൽ യു വിൽ ഫെയിൽ ഇൻ ദ എക്സാം. ഞാൻ ഇവിടെ അൺലെസിൻ്റെ കാര്യം പറഞ്ഞു. അൺലെസ് ഉപയോഗിച്ച് രണ്ട് വാക്യങ്ങൾ യോജിപ്പിക്കുമ്പോൾ വാക്യത്തിൻ്റെ ആരംഭത്തിലോ രണ്ട് വാക്യങ്ങളുടെ മധ്യത്തിലോ അൺലെസ് ഉപയോഗിക്കാം. അൺലെസ് ചേർന്ന് വരുന്ന ഭാഗം എല്ലായ്പ്പോഴും പോസിറ്റീവായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലെസ് എപ്പോഴും ഡിനോട്ട്സ് കണ്ടീഷൻ. ഇറ്റ് ഡിനോട്ട്സ് കണ്ടീഷൻ. അതായത് ഒരു കണ്ടീഷൻ സൂചിപ്പിക്കുന്ന രീതിയിലായിരിക്കും അൺലെസ് എപ്പോഴും. അൻഡിൽ ഡിനോട്ട് ടൈം, അത് ഒരു കാലത്തെ എന്നുള്ള അർത്ഥത്തിൽ സൂചിപ്പിക്കാനായിട്ട് വരും. അത് നിങ്ങൾക്ക് എക്സാമ്പിൾ കുറച്ച് മനസ്സിലാക്കി വരുമ്പോൾ അത് എളുപ്പം മനസ്സിലാവും. വെയിറ്റ് ഹിയർ അൻഡിൽ മൺഡേ. വെയിറ്റ് ഹിയർ അൻഡിൽ ഐ കം. അൺലെസ് യു വർക്ക് യു വിൽ നോട്ട് സക്സീഡ്. ഇവിടെ അൻഡിൽ വന്നിരിക്കുന്നത് വെയിറ്റ് ഹിയർ അൻഡിൽ മൺഡേ എന്നുള്ള ഇതിൽ വരുമ്പോൾ പ്രൊപ്പോസിഷനായിട്ടാണ് വരുന്നത്. വെയിറ്റ് ഹിയർ അൻഡിൽ ഐ കം വരുമ്പോൾ ഇവിടെ ആ അൻഡിൽ വരുന്നത് കൺജക്ഷനായിട്ടാണ്. അൺലെസ് യു വർക്ക് യു വിൽ നോട്ട് സക്സീഡ്. അതായത് ഇവിടെ അൺലെസ് കൺജക്ഷൻ വരുമ്പോൾ ഫസ്റ്റ് പോർഷൻ പോസിറ്റീവാണ്, യു വിൽ നോട്ട് സക്സീഡ് എന്നുള്ളത് സെക്കൻഡ് ഭാഗത്താണ് വരുന്നത്. അതുപോലെ തന്നെ അൺലെസ് ആദ്യ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻഡിൽ. അൻഡിൽ അതുവരെ ടൈമിനെ സൂചിപ്പിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അൻഡിൽ വാക്യങ്ങളുടെ മധ്യഭാഗത്ത് ഉപയോഗിക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ യൂസ് അൻഡിൽ വെൻ ദ മെയിൻ ക്ലോസ് ഈസ് പോസിറ്റീവ്. അൻഡിൽ ഉപയോഗിക്കുമ്പോൾ അതിലെ മെയിൻ ക്ലോസ് എപ്പോഴും പോസിറ്റീവായിരിക്കും. ദ മാച്ച് വോണ്ട് ബിഗിൻ അൻഡിൽ ദ ഗസ്റ്റ് ദ അറൈവ്സ്. അതായത് ഇവിടെ അൻഡിൽ മധ്യഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നു. ദ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് മാച്ച് വോണ്ട് ബിഗിൻ ആണ്. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ദ ഗസ്റ്റ് അറൈവ്സ്. ഇവിടെ അൻഡിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇത് മധ്യഭാഗത്താണ്. നമുക്ക് ഇനി എക്സാമ്പിളിലൂടെ കുറച്ച് അൺലെസ് ആൻഡ് അൻഡിൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. യു വിൽ നോട്ട് ഗെറ്റ് ദ ലോൺ അൻഡിൽ ഓർ അൺലെസ് സബ്മിറ്റ് ഓൾ ദ ഡോക്യുമെൻറ്റ്സ് ഓൺ ടൈം. ഇവിടെ നിങ്ങളത് ആൻസർ ചെയ്യാവുന്ന
പോർഷൻ ആണെങ്കിൽ ആൻസർ ചെയ്യണം. ഐ വിൽ വെയിറ്റ് ഹിയർ അൻറ്റിൽ ഓർ അൺലെസ് ഹി റിട്ടേൺസ്. അൺലെസ് ഓർ അൻറ്റിൽ യു വർക്ക് യു വിൽ നോട്ട് സക്സീഡ്. I will not leave the hall until or unless the exam is over. Until and unless you pay the fee, you will not get the library card. Unless you don't work, you will not succeed. You will not succeed unless you don't work. Unless you will not work, you will not succeed. ഇത്രയും എക്സാമ്പിളൂടെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. നമുക്ക് കൺജക്ഷൻ്റെ അൺലെസ് ആൻഡ് അൻറ്റിൽ മനസ്സിലാക്കി കഴിഞ്ഞു. അത് നിങ്ങൾക്ക് പരീക്ഷയിൽ അതിന് ഇമ്പോർട്ടൻറ്റ് സെക്ഷനായിട്ട് വരുന്നത് ടെൻസ് ഉപയോഗിക്കുന്നതും നോട്ട് ഉപയോഗിക്കുന്ന ആ പോർഷനായിരിക്കും. അത് കുറച്ച് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.